ഞാൻ വേണ്ട പറഞ്ഞാ വേണ്ട, അവര് നിങ്ങോട്ട് കൊണ്ടുവരണ്ട. കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവരും. ആഹാ, അപ്പൊ നീ എന്റെ സമ്മതം ഇല്ലാണ്ട് അവര് നിങ്ങോട്ട് കൊണ്ടുവരൂല്ലടി. എന്റെ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. ഇതേ എന്റെ മകന്റെ വീടാടി. അപ്പൊ ഇവിടേക്ക് ഒരാൾ വരണെങ്കിലേ അതിന് എന്റെ സമ്മതം ആവശ്യമുണ്ട്. നിങ്ങൾ ആ പറഞ്ഞ മകന്റെ ഭാര്യ ഞാന്. അപ്പൊ ഇത് ഞങ്ങളുടെ വീടാ. പിന്നെ നിങ്ങളുടെ വീട് ഈ സ്ഥലേ ഞാനടി എന്റെ മകനിക്ക് കൊടുത്തതേ. അപ്പൊ നിന്നെക്കായ അവകാശേ എനിക്കവിടെ. എന്നാ പിന്നെ ഈ സ്ഥലവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കായിരുന്നില്ല നിങ്ങക്ക്. ഈ സ്ഥലത്തെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയതേ എന്റെ സ്വർണ്ണം മുതലും വിറ്റിട്ടാ. ഇത് ഞങ്ങൾക്ക് സുഖമായി ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാ. അപ്പൊ ഞാൻ ഈ വീട്ടിക്ക് എനിക്ക് ഇഷ്ടമുള്ളവരിനൊക്കെ കൊണ്ടുവരും. അല്ല, നിങ്ങക്ക് ഈ ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ? വേറെ മക്കളൊന്നുമില്ലേ? നിങ്ങക്ക് അവിടെ പോയിരുന്നൂടെ? എന്തിനാ വെറുതെ ഞങ്ങളെ തോരം കെടുത്താൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കെട്ടിക്കിടക്കണത്? എങ്ങനെ പോയിരിക്കുക? മറ്റുള്ള മക്കളുടെ വീട്ടിൽ പോയിരുന്നാലേ പച്ച വെള്ളം പോലും കിട്ടില്ല. ഇതല്ലേ സ്വഭാവം. എന്താടി എന്റെ സ്വഭാവത്തിനൊരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. പകർച്ചപ്പനി പിടിച്ച് കിടക്കണതിന് ഉമ്മാൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട പറഞ്ഞാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റ്. അവരും ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇനി ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും പകർച്ചപ്പനി വരാന്. അല്ലെങ്കിലേ എനിക്ക് ഓരോ അസുഖങ്ങളാണ്. എന്റെ ഉമ്മാക്കേ പകർച്ചപ്പനിയൊന്നുമല്ല, സാധാ പനിയാ. അതിനവിടെ ഇത്തിരി കഞ്ഞി വെച്ച് കൊടുക്കാനോ നോക്കാനോ ആരുമില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ നോക്കാൻ ആരും ഇല്ലാത്തവർക്ക് അസുഖങ്ങളെ വരുന്നില്ലല്ലോ. എന്റെ ഉമ്മാനിപ്പൊ നോക്കാനേ ഞാനുണ്ട്. സ്വന്തം മകളുണ്ടാവുമ്പോഴേ ആരും ഇല്ലാത്ത പോലെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് പകർച്ചപ്പനി വരുമ്പോ അത് പേടിയാണെങ്കിലേ നിങ്ങക്ക് വേറെ മക്കളില്ലേ, അവിടേക്ക് പൊക്കോ. പിന്നെ അപ്പോ എന്തൊരു വായു നോക്കുവാണ് ഈ പെണ്ണിന്. ഇതിന്റെ അടുത്തൊക്കെ വായടിച്ച് നിൽക്കാൻ നമ്മക്കാവില്ലപ്പാ. എന്തു തേങ്ങ കാട്ടട്ടെ. ഉമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ അങ്ങോട്ട് വിട്ടാക്കാ. നിങ്ങൾ അതിൽ കയറിയിട്ട് ഇങ്ങോട്ട് വായോ. പനി കുറഞ്ഞിട്ട് പോവാ. പിന്നെ കുറച്ച് ദിവസം ഇരിക്കാനുള്ള തുണികളൊക്കെ ആക്കിക്കോട്ടോ. മരുന്ന് എടുക്കാൻ മറക്കണ്ട. ശരി എന്നാ, റെഡി ആയിരുന്നോ? ശരി. ശാപം. ഉമ്മല്ലേ? വന്നു. കെട്ടി എടുത്തിട്ടുണ്ട്. തുണി മണിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എത്ര നാളത്തേക്കാണാവോ. ഉമ്മ മനെ വായോ തരി. അങ്ങോട്ട് ഉള്ളിക്ക് നോക്കോളൂ. ഞാൻ ആ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് വരാം കേട്ടോ. താത്ത എന്ത് പറയണു? സുഖല്ലേ? നമ്മക്കൊക്കെ ഇപ്പൊ എന്ത് സുഖം. നമ്മുടെ കയ്യിലുള്ള മുതലൊക്കെ നമ്മൾ മക്കൾക്ക് കൊടുത്തു. അപ്പൊ മക്കൾക്ക് നമ്മളെ വേണ്ട, നമ്മള് പുറത്ത്. ഇപ്പൊ അവർക്ക് തോന്നിയവരെ വിളിച്ചു കയറ്റുന്നു, കണ്ടവരൊക്കെ കയറി വരുന്നു. ഇപ്പൊ എന്റെ മുതലില് കണ്ടവരൊക്കെ കയറി നിരങ്ങ. അത്ര പറഞ്ഞാ മതിയല്ലോ. പിന്നെ നമ്മക്ക് എന്ത് സുഖം. ഉമ്മ പഠിച്ചിട്ട് നിക്കുക. അങ്ങോട്ട് ഉള്ളിക്ക് നടക്കേ. കുറച്ചേരം പോയി കടന്നോളി. നടക്ക്. കൊച്ചേരം പോയി കഞ്ഞ. കടന്നോളിട്ടമ്മ, കഞ്ഞായിട്ട് ഞാൻ വിളിക്കാം. ഉമ്മ എനിക്ക് ഈ കഞ്ഞി കുടിക്ക്. ഇന്നമ്മ ഉപ്പ് വരെ നോക്ക്. നീ എന്തിനാ മാനും ഉമ്മാനൊപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഉമ്മ അവിടെ തന്നെ ഇരിക്കില്ലേ? ഇതിപ്പോ നിനക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നാലേ മക്കളല്ലാണ്ട് പിന്നെ ആരാ നോക്കുക?
അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടെന്നൊക്കെ പറയണ്? എന്നാലും ഓരെന്നാലും ഇല്ല. അപ്പൊ ഞങ്ങക്ക് ചെറുപ്പത്ത് ഓരോ അസുഖങ്ങൾ വരുമ്പോഴേ നിങ്ങൾ ഞങ്ങൾ നോക്കിണ്ടായിരുന്നില്ലേ? അപ്പൊ ആൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാ തോന്നിണ്ടായിരുന്നു? വെറുതെ ഓരോന്ന് പറയണ്. നിങ്ങളിപ്പോ ഈ കഞ്ഞി കുടിക്ക് ചൂടാറുമ്പത്തിനും എന്നാ. ഉപ്പില്ലമ്മ? ഓ അയ്യോ, ഞാൻ തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട്. നിപ്പിട്ട ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. പാവം പെണ്ണു. എത്ര നാളത്തേക്കാണാവോ? അവർക്ക് എന്താ പനി എന്തൊക്കെയാ അത്ര സുഖ ചികിത്സക്ക് വന്നാക്കാണ് ഇവിടെ. അതിനാ ഞാനും പറയണത്, ഈ വിളിക്കുന്നവർക്കേ ബോധമില്ല, എന്നാ വരുന്നവർക്കെങ്കിലും ആ ബോധം വേണ്ടേ? മകളുടെ കെട്ടിച്ചോടത്തോടെ ഇങ്ങനെ വന്നിട്ട് പാട് കിടക്കാണ്. അത് ഞാനിവിടെ ഉള്ളപ്പോഴേ. അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനെ, നമ്മുടെ വാക്കിലൊന്നും ഇവിടെ വിലയില്ല. ചോറൊന്നും ഉണ്ടിട്ടില്ല. കൂട്ടാൻ എന്ത് തേങ്ങയാണാവോ? ഇന്നലെ അവളുടെ ഒരു വാട്ട സാമ്പാറുണ്ടായിരുന്നു, വേറെ വെള്ളം പോലെ. ഇവിടെ ഒഴിച്ചാൽ അവിടെ എത്തും. ഇന്നിപ്പോ എന്ത് തേങ്ങയാണാവോ? പോയി നോക്കട്ടെ, വിശന്നിട്ട് വയ്യ. ശരി എന്നാ, ഞാൻ കുറച്ച് ചോറിങ്ങട്ടെ. അയ്യ, ചോറിങ്ങട്ടെ. ഒരാന തിങ്ങാനുള്ള വിശപ്പുണ്ട്. ഇതെന്താ പെണ്ണിന്ന് ചോറ് കൂട്ടിയിട്ടില്ലേ? കഞ്ഞ അത് കറി എന്തെങ്കിലും ഉണ്ടോണാവോ? ഒന്നുമില്ലേ. ഇതെന്തത് പെണ്ണി കഞ്ഞല്ലാണ്ട് വേർന്ന് വെച്ചിട്ടില്ലേ? ഞാനൊന്നും നമ്മ ഡി ഇന്നെന്താ ഇവിടെ തിങ്ങാനും കുടിക്കാനൊന്നും വെച്ചിട്ടില്ലേ? അടുക്കളയിൽ പോയി നോക്ക്, അപ്പൊ അവിടെ വല്ലതും കാണും. അവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതന്നെ ഉള്ളൂ. കഞ്ഞിയോ? എനിക്ക് കഞ്ഞിയോ കുഞ്ഞൊന്നും പറ്റില്ല. നീ പോയിട്ട് മര്യാദക്ക് ചോറും കൂട്ടാനും വെക്കാൻ നോക്ക്. എനിക്ക് ചാറിലാണ്ട് ചോറിറങ്ങില്ല. സൗകര്യം ഇല്ല. ഉമ്മാക്ക് പനി ആയതുകൊണ്ടേ കഞ്ഞി മതി പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കഞ്ഞി കുടിക്കാന്ന്. അവിടെ ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട്, അത് കൂട്ടിയിട്ടേ കഞ്ഞി കുടിച്ചോളൂ. അവളുടെ വാപ്പാന്റെ ഒരു ചമ്മന്തി, അത് നീയും നിന്റെ ഉമ്മയും കൂടി തന്നെ തിന്നോ. ഉണ്ടായങ്ങൾ എന്നാ അവർക്ക് ദേഷ്യം വന്നു തോന്നുന്നു. വരട്ടെ. അവിടെ ഫ്രിഡ്ജിൽ പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഉമ്മ. അവർക്ക് എന്തെങ്കിലും ഇത്തിരി വെച്ചുണ്ടാക്കി തിന്നൂടെ? അവരുടെ കയ്യിലും കാലിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഒരു പണിയും ചെയ്യില്ല. എന്നാലോ നമ്മൾ എന്തെങ്കിലും ചെയ്താലോ അതിനില്ലാത്ത കുറ്റങ്ങളും ഇല്ല. വല്ലാത്ത ജാതി സ്വഭാവം തന്നെ. ഇന്നെന്താ എന്റെ അമ്മായിമ്മ എണിക്കാത്ത? അല്ലെങ്കിൽ എത്ര നേരം അവർ കടക്കാറില്ലല്ലോ. നേരത്തെ എണിക്കണതാ. നേരത്തെ എണിച്ച് തന്നെ ഓരോ കുറ്റം പറയാൻ അങ്ങോട്ട് തുടങ്ങും. മുറ്റടിച്ചത് പോരാ, ചായക്ക് കടപ്പം കൂടി, മധുരം കൂടി. എന്താണ് അവ എണിക്കാത്ത? നോക്കട്ടെ. ഇവരെന്തെങ്കിലും പൊതച്ച് മൂടി കടന്നുറങ്ങണ്? അതെ, സമയം 10 മണിയായി, എണിക്കണില്ലേ? ഞാൻ എണിച്ചാലും എണിച്ചില്ലെങ്കിലും നിനക്കെന്താടി? എനിക്ക് തോന്നുമ്പോ എണിക്കും. ഒന്ന് പോടി. നിനക്കെന്താ വയ്യേ? വിറക്കുണ്ടല്ലോ, പനിയുണ്ടോ? നിന്റെ അടുത്ത് ഞാൻ പോവാനില്ലടി പറഞ്ഞു. ഹലോ റസിയേ? ഉമ്മക്ക് തീരെ വയ്യടി. രാവിലെ തൊട്ട് നല്ല പനി. നല്ല പനി പറഞ്ഞാ പൊള്ളണ പനി. ഉമ്മ അങ്ങോട്ട് വരട്ടടി മാനെ. ഹലോ ഹലോ, കട്ടായ? റേഞ്ച് ഇല്ല തോന്നുന്നു.
റേഞ്ച് ഇല്ലാണ്ടാണ്. ഉമ്മ നിങ്ങൾ എവിടേക്കും പോണ്ട, പനിയാണെങ്കിലേ ഞാൻ നിങ്ങളെ നോക്കാം. അയ്യോ വേണ്ടേ, ഞാൻ നിന്റെ ഉമ്മയൊന്നല്ലല്ലോ, നിന്റെ അമ്മായിമ്മല്ലേ. എന്നെ എന്റെ മകള് നോക്കിക്കോളും പൊന്നു പോലെ. ഞാൻ അങ്ങോട്ട് പോവുക. പിന്നെ നിന്റെ ഉമ്മാനെ പോലെ ഒന്നല്ല അവളുടെ അമ്മായിമ്മ. അവർക്ക് എന്നെ വലിയ കാര്യാ. ഞാൻ അങ്ങോട്ട് പോണു പറഞ്ഞാലേ അവർക്ക് സന്തോഷാവുള്ളൂ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചോദിച്ചോ, വേണമെങ്കിൽ കൂട്ടിരുന്നിട്ട് ഉമ്മാനെയും വിളിച്ചോ. പെണ്ണ് വിളിക്കണ്ടല്ലോ, ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ആ ഡി ഉണ്ണിയ, എന്താ നേരത്തെ ഫോൺ കട്ടായി? ആ ഉമ്മാക്ക് തീരെ വയ്യമാനെ, നല്ല പനിയാ. നീ ഒരു കാര്യം ചെയ്യേ, അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വിട്, ഞാൻ അങ്ങോട്ട് വരികയാണ്. അയ്യമ്മ അത് വേണ്ട, നിങ്ങൾ ആ പനിയും വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാലേ ഇവിടെ പിള്ളേർക്കും കൂടി പനി വരും. പിന്നെ ഇവിടുത്തെ ഉമ്മാക്കാണെങ്കിലോ തീരെ വയ്യ, അതുകൊണ്ട് ഉമ്മ സമ്മതിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി. ശരി എന്നാ. എന്താ മുഖത്തൊരു വിമ്മിഷ്ടം? മകള് വരണ്ടാ പറഞ്ഞു തോന്നുന്നു. ഒന്നുമല്ല, അവൾ അവിടെ ഇല്ലാത്ര. എനിക്ക് നീ മാത്രമൊന്നല്ലല്ലോ മരുമകള്, വേറെ 2 മരുമക്കളില്ലേ. ഞാൻ അവരുടെ കൂടെ പോയിരുന്നാലും നിന്റെ കൂടെ ഇരിക്കില്ലേ. ഷെറിക്കൊന്ന് വിളിക്കട്ടെ. ആടി ഷെറിയാ, എനിക്ക് തീരെ വയ്യടി, നല്ല പനിയുണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ ഞാൻ വീട്ടിലേക്ക് വന്ന് നിൽക്കമ്മ, ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അതുകൊണ്ട് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ പറഞ്ഞിട്ടേ. അവിടെ ആരിഫില്ലേ, നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ. ശരി. റംസിക്കൊന്ന് വിളിക്കട്ടെ. റംസിയെ, നീ അവിടെ ഇല്ലേ? എനിക്ക് നല്ല പനിയടി, ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ അല്ലെങ്കിൽ വരണ്ട ഉമ്മ, ഇവിടെ കുറച്ച് പണിക്കാരുണ്ടേ. അപ്പൊ ഈ പണിക്കാരുടെ ഇടയിൽ കൂടെ നിങ്ങളും കൂടി വന്നാൽ ശരിയാവില്ല. ഇവിടെ നിലം മൊത്തം ടൈലിടുകയാണേ, അപ്പൊ പൊടിയും കാര്യങ്ങളൊക്കെ ആവും. നിങ്ങളിപ്പോ ആരിഫാന്റെ അവിടെ അല്ലേ, അപ്പൊ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി. ശരി എന്നാ. എന്തേ, അവരൊക്കെ വരണ്ടാ പറഞ്ഞൂല്ലേ? അവർക്കൊക്കെ അവരുടേതായ തിരക്കുകളുണ്ട് ഉമ്മ. നിങ്ങൾ എവിടേക്കും പോണ്ട, നിങ്ങളെ ഞാൻ നോക്കാൻ പറഞ്ഞില്ലേ, പിന്നെന്താ. എനിക്ക് എന്റെ സ്വന്തം ഉമ്മ അമ്മായിമ്മ അങ്ങനെ വേർതിരിവൊന്നുമില്ല. എനിക്ക് രണ്ടാളും ഒന്ന് തന്നെ. പിന്നെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത്. വേറെ 2 മരുമക്കൾ വരണ്ട പറഞ്ഞാൽ അത് പിന്നെയും സഹിക്കാം. പക്ഷെ സ്വന്തം മകള് വരണ്ട പറഞ്ഞപ്പോ നിങ്ങക്ക് എന്താ തോന്നി? ഇതേ മാനസികാവസ്ഥ തന്നെ എന്റെ ഉമ്മാക്കും തോന്നുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നോക്കാൻ ഞങ്ങള് മരുമക്കളെങ്കിലും ഉണ്ട്. പക്ഷെ എന്റെ ഉമ്മക്ക് ഞാനല്ലാണ്ട് വേറെ ആരും ഇല്ല. മനസ്സിലായി, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്ക ആരിഫ. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ഉമ്മാനോട് ക്ഷമിക്ക്.